നിങ്ങൾ പറഞ്ഞ് ഇസ്രയേൽ ആൾക്കാരെ അവിടുന്ന് പലസ്തീന ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അപ്പോഴും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇസ്രായേലിൽ തന്നെ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ മുസ്ലിങ്ങളോട് ടോർച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യം. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിൽ മുസ്ലിങ്ങളുണ്ട് എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്ന സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് ഫലസ്തീനുകളോട് എന്തും ചെയ്യാമെന്നുള്ളതാണോ? അങ്ങനെയല്ലോ, അതിന് റൈറ്റ് കൊടുക്കുന്നില്ല. രണ്ടാമത് ഇസ്രായേലിലുള്ള മുസ്ലിങ്ങൾക്ക് അവർക്ക് പൂർണ്ണ അവകാശങ്ങളില്ല. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ജൂതന്മാർക്കുള്ള എല്ലാ നിയമങ്ങളും അവരുടെ തുല്യമായിട്ടുള്ള നിയമങ്ങളല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്പാർത്തൈഡ് ലോ എന്ന് പറയുന്നത് തന്നെ. ഇപ്പോ എസ്പെഷ്യലി ഇപ്പോ ഈ റൈറ്റ് ടു റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു സംഗതി, അത് ജൂതന്മാർക്ക് മാത്രമായിട്ട് റിസർവ്ഡ് ആയിട്ടുള്ള സംഗതിയാണ് ഇസ്രായേലിൽ. ഇതൊക്കെ ചാറ്റ്ജിപിടി പറഞ്ഞ് അവർക്ക് തർക്കിച്ച് തോപ്പിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യുന്നത്. ഇസ്രായേൽ മുസ്ലിം ഹാസ് ഈക്വൽ റൈറ്റ്സ് എന്ന് ചോദിച്ചപ്പോൾ ലീഗലി യെസ് ആണ്. കാരണം എന്ന് വെച്ചാൽ അണ്ടർ ഇസ്രായേൽ ബേസിക് ലോ ഓൾ സിറ്റിസൺ ഇൻക്ലൂഡിംഗ് മുസ്ലിംസ്, ക്രിസ്ത്യൻ, ജൂസ് ആൻഡ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ടു വോട്ട്, വർക്ക്, സ്റ്റഡി ആൻഡ് ആക്സസ് ഹെൽത്ത് കെയർ. സോ ഇതെല്ലാം ബേസിക് ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ചെറിയ ചെറിയ തൊടുന്യായങ്ങളാണ്. അതായത് ഈസ് മുസ്ലിംസ് ആൻഡ് ജ്യൂസ് ഈക്വൽ ഇൻ ഇസ്രായേൽ? ഇസ്രായേലിൽ മുസ്ലിംസും ജ്യൂസും ഈക്വൽ ആണോ? താങ്കൾ പറഞ്ഞ കാര്യം ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ലീഗലി യെസ്, അതായത് പ്രിൻസിപ്പൽ എന്തുണ്ട്. ഇനി പ്രിൻസിപ്പൽ എന്തുകൊണ്ടാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ പ്രാക്ടീസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ റിയാലിറ്റി മുസ്ലിംസ് ആൻഡ് ജനറലി അറബ് സിറ്റിസൺ ഫേസ് സിസ്റ്റമിക് ഡിസ്ക്രിമിനേഷൻ ഇൻ മെനി ഏരിയാസ്. ഒന്നാമത് ഹൗസിംഗ് ആൻഡ് ലാൻഡ്. Many Arab towns and villages receive less funding and restricted permits for construction. അതായത് മുസ്ലിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് പെർമിറ്റ്സ് ആണ്. ജൂതന്മാർക്ക് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക, പെട്ടെന്ന് പെർമിഷൻ ഒന്നും കിട്ടുക ഭയങ്കരമായ പ്രശ്നമാണ്. Large areas of land are reserved for Jewish only communities for settlements. ഒരുപാട് സ്ഥലം റിസർവ് ചെയ്തിരിക്കുകയാണ് ജൂതന്മാർക്ക് വേണ്ടി മാത്രമായിട്ട്. അവിടെ അറബുകൾക്ക് പ്രവേശനമില്ല. അറബ് സിറ്റിസൺ ഓൺ ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദ ലാൻഡ് ഈവൻ ഫോർ 1/5 ഓഫ് ദ പോപ്പുലേഷൻ. 20% ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് അവിടേക്കൊന്നും പ്രവേശനമില്ല. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് എക്കോണമി. അറബ് സ്കൂൾസ് റിസീവ് ലെസ് ഫണ്ടിങ് ദാൻ ജൂയിഷ് വൺസ്. സ്കൂളിന് ഫണ്ടിങ് കുറവാണ്. The Arab communities have higher poverty and unemployment rate. എംപ്ലോയ്മെന്റിന്റെ വിഷയത്തിലും ഇൻഇക്വാളിറ്റി ആണ്. Fewer opportunities exist in government jobs and top tech അല്ലെങ്കിൽ മിലിറ്ററി സെക്ടേഴ്സ്. ടെക്കിലും മിലിറ്ററിയിലും പ്രശ്നമാണ്. ഇനി പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, അതാണല്ലോ ഈ പറഞ്ഞ പാർലമെന്റിൽ ഉണ്ടെന്നൊക്കെ. അതായത് 2018 nation state law declared that the right to national self determination in Israel is unique to the Jewish people. ശരിക്കും വായിക്കാം, ഒന്ന് നന്നായി വായിക്കാം. എഴുതി വെച്ചതിനാണ് പറഞ്ഞത്, എഴുതി വെച്ചതിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. The right to national self-determination in Israel is unique to the Jewish people. The law downgraded Arabic from the official language to a special status language. Language downgrade ചെയ്തു. It symbolically and legally emphasized Israel as a Jewish state. ഒരു Jewish state ആയിട്ട് പ്രഖ്യാപിച്ചു. അത് പിന്നെ not a state for all its citizens.